സെമി ടെസർ സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും, ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലായിരിക്കും ബോർഡേഴ്സ് വരുന്നത്. ഓൾമോസ്റ്റ് ബോഡി എല്ലാ സാരീസിന്റെയും പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഡീറ്റെയിൽ വീഡിയോ കണ്ട് നോക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന നല്ല വർക്ക് വെയർ കളക്ഷൻസ് ആണ് വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ട്രാൻസ്പെറന്റ് അല്ല സാരി, നമുക്ക് വൺ ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ വൺ ലെയറിലാണല്ലോ ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടോ, ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. മിഡിൽ പോർഷൻ വരുമ്പോൾ ഒരു വെർട്ടിക്കലായിട്ട് ഒരു ത്രെഡ് വ്യൂ പാറ്റേൺസ് വരുന്നുണ്ട്. വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വന്നിട്ട് രണ്ട് സൈഡിലും ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഒരു ലുക്ക്. ഇങ്ങനെ വരും, ഫുൾ ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുന്നുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. സാരി നല്ല പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സാരിക്ക് പല്ലു വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെ, അതേ ഫ്ലോറൽ പാറ്റേണിൽ തന്നെ സാരിയുടെ മുന്താണി വരുന്നത്. കണ്ടോ, സാരിയുടെ ആ ഒരു ടെക്സ്ചർ വരുന്നത് ഇങ്ങനെയാണ്, ഒരു ലൈൻസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ വരുന്നത്. അത് തന്നെ ആ ബോർഡറിലോട്ടും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് ലൈൻ പാറ്റേൺ. കൂടാതെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടോ, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ആവുന്ന, ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സാരി കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും. കാരണം നമ്മൾ നാച്ചുറൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലാഷി ആയിട്ടായിരിക്കും വീഡിയോയിൽ കാണുന്നത്. സാരി വരുന്നത് മാറ്റ് ഫീൽഡിൽ തന്നെ വരുന്നത്. ഫുൾ സാരി ഈ ഒരു ലുക്കിലാണ്, നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്ന പ്ലീറ്റ്സ് എല്ലാം ആണ് കിട്ടുന്നത് കേട്ടോ. വളരെ തിൻ ഫാബ്രിക് ആണ്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ പല്ലു, അതേ സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു പ്ലസന്റ് കളർ കോമ്പിനേഷനിൽ വരുന്നത്. ഒരു ലൈറ്റ് പീച്ചും പേസ്റ്റൽ മസ്റ്റേർഡ് യെല്ലോയും കൂടിയുള്ള ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ആ വെർട്ടിക്കൽ ത്രെഡ് വ്യൂ ഡിസൈൻസ് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസും സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാട്ടോ സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് മുന്താണിയും ബ്ലൗസും വരുന്നത്. സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആട്ടോ സാരി വരുന്നത്. ഗ്രീനിലും അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഡബിൾ സൈഡും ഫ്ലോറൽ ഡിസൈൻസിലുള്ള പല്ലു, ബോർഡർ, സെയിം സ്റ്റൈൽ ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു ബ്ലൂ ആണ് സാരി വരുന്നത് കേട്ടോ. ബ്ലൂയിലും അതേ ആ ഒരു ഐവറി ക്രീം വന്നിട്ട് അതിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസിലുള്ള മുന്താണി, ബോർഡർ ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആട്ടോ സാരിയുടെ കളർ വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ ആണ് എല്ലാ സാരീസിന്റെയും ഫാബ്രിക്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന, ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന സാരിയാണ്. നോൺ ട്രാൻസ്പെറന്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആ ഒരു ഐവറി ക്രീമിൽ തന്നെ ആയിരിക്കും ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും അതേ സോഫ്റ്റ് പെൻസിൽ ഗ്രേ തന്നെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിന്റെ ആ പാറ്റേണിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഡിസൈനിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരും. ഞാൻ ഡിസൈൻ മാറുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിലും ഐവറി ക്രീമിൽ തന്നെ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് തന്നെ ആയിരിക്കും സാരിക്ക് വരും. വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ ആ ഒരു പാറ്റേണിൽ. ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരിക. ഫ്ലോറൽ പാറ്റേണിലുള്ള പല്ലു ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്. ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ബേസ് കളർ വരുന്നത് ഡബിൾ സൈഡിലും ഫ്ലോറൽ ഡിസൈനിൽ തന്നെയുള്ള ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ ബേബി പിങ്ക് ആട്ടോ സാരിയുടെ കളർ വരുന്നത്. ബേബി പിങ്കിലും അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് വിത്ത് ബ്ലൗസ്. ബ്ലൂ ആണ് അടുത്ത കളർ. ബ്ലൂയിലും ഐവറി ക്രീമിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും സെയിം സ്റ്റൈൽ ബ്ലൗസ്. വീണ്ടും ബേബി പിങ്ക് തന്നെയാണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. ആ ഫ്ലോറൽ ഡിസൈനിൽ വീണ്ടും ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫ്ലോറൽ ആ ഒരു ബോർഡർ വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിൽ വരും, ബ്ലൗസ്. ഇനി ഈ ഒരു ഡിസൈനിന്റെ ഫ്ലോറൽ പാറ്റേൺ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും ഇനി വരുന്നത്. ഗ്രീൻ ആണ് കേട്ടോ അടുത്ത കളർ വരുന്നത്. ഗ്രീനിലും സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ വീണ്ടും ബ്ലൂ. ബ്ലൂയിലും ഐവറി ക്രീമിൽ തന്നെ ആ ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഫ്ലോറൽ പാറ്റേൺ ആണ് എല്ലാ സാരീസിന്റെയും ബ്ലൗസ് വരുന്നത്. പേസ്റ്റൽ പീച്ച് ആണ് അടുത്ത കളർ. പീച്ചിലും സെയിം അതേ ഫ്ലോറൽ ഡിസൈൻസ്, ഡബിൾ സൈഡ് ബോർഡർ, പല്ലു, സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. സോഫ്റ്റ് സെമി ടെസറിൽ വന്ന് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വർക്ക് വെയർ കളക്ഷൻസ് ആയിരുന്നു വന്നത്. ലാസ്റ്റ് സാരി വീണ്ടും പെൻസിൽ ഗ്രേ തന്നെയായിരിക്കും സാരിയുടെ ആ ഒരു ബേസ് വരുന്നത്, ബോഡി കളർ വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഫ്ലോറൽ ഡിസൈൻസിൽ ആ ഒരു ഐവറി ക്രീമിൽ തന്നെയാണ് ഫ്ലോറൽ പാറ്റേണിൽ രണ്ട് സൈഡിലും ബോർഡറും മുന്താണിയും വരുന്നുണ്ട്. ഈ സാരീസിനെല്ലാം ബ്ലൗസ് വരുന്നത് ഇതേ ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ബ്ലൗസ് വരുന്നത്. പക്ഷെ ആ ബ്ലൗസിനേക്കാളും ആ ബ്ലൗസ് ഇടുമ്പോൾ സാരി കുറച്ചൊരു ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും ആ ബോഡി കളറിലെ ബ്ലൗസ് തന്നെ ഡ്രേപ്പ് ചെയ്യുന്നതായിരിക്കും സാരിക്ക് കുറച്ചും കൂടി ഒരു എലഗൻസി വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈൽ ഫ്ലോറൽ ഡിസൈൻസ്, മുന്താണി, ബ്ലൗസ്.